ഹലോ നമസ്കാരം, ഞാൻ ലിയ. സത്യം പറഞ്ഞ പ്രായമായി വരുന്നുണ്ടോ എന്നൊരു സംശയം. പണ്ട് ബാഗിൽ എപ്പോഴും ഫോഗിന്റെ ബോഡി സ്പ്രേ കൊണ്ട് നടന്നവന്മാര് ഇപ്പൊ മുട്ടുവേദനയ്ക്കുള്ള വോളിനി സ്പ്രേയും കൊണ്ടാണ് നടക്കുന്നത്. ഈ ഷാജഹാനൊക്കെ ഹൈ ക്ലാസ് ആയതുകൊണ്ട് താജ്മഹലൊക്കെ നിർമ്മിച്ച് അങ്ങ് സന്തോഷിച്ച് അങ്ങ് കഴിഞ്ഞ്. ഈ പുള്ളി എങ്ങാനും മിഡിൽ ക്ലാസ് ആയിരുന്നെങ്കിലോ താജ്മഹൽ പണിയാൻ പോയിട്ട് താലിമാല പണിയാൻ പോലും പുള്ളിയുടെ പൈസ ഉണ്ടാവില്ല. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. ഞാൻ ഇവിടെ നിൽക്കുന്നതേ ഒരു സിംഗിൾ വ്യക്തിയായിട്ടല്ല, ഒരു സമൂഹത്തിന്റെ തന്നെ പ്രതിനിധിയായിട്ടാ. പറക്കും തളിക കണ്ട് ചിരിക്കുകയും ആകാശദൂത് കണ്ട് കരയുകയും ചെയ്ത ഒരു നിഷ്കൂ ജനറേഷൻ. GP തൂങ്ങി കല്യാണത്തിന് പോയ ലാസ്റ്റ് ജനറേഷൻ. അതെ, 90s കിഡ്. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ വിഷമത്തിലാ. കാരണം ഒരു 2-3 വർഷവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സാവുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര വിഷമത്തിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സ്റ്റേജിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഈ കുട്ടി എന്നെ നോക്കി ആൻറ്റീന്ന് വരെ വിളിച്ചു. തീർന്നില്ലേ? സത്യം പറഞ്ഞാൽ പ്രായമായി വരുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം പണ്ടത്തെ പോലെ ഈ ഫാസ്റ്റ് നമ്പർ സോങ്സ് ഒന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ പിന്നെയും പിന്നെയും ആരോ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മനസ്സിനൊരു മനസുഖം. അതുപോലെ എന്താണെന്നറിയില്ല, ന്യൂ ജനറേഷൻ പിള്ളേരെ കാണുമ്പോൾ എന്തോ ഒരു പുച്ഛമൊക്കെ തോന്നുന്നു. അല്ലെങ്കിലും ഈ പ്രായമായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ചെറുപ്പക്കാരെ കാണുമ്പോഴുള്ള പുച്ഛം. ഈ ചെറുപ്പമാണെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് പ്രായമായവരോടുള്ള പുച്ഛം. അതുപോലെ തന്നെയാണ് കൂടെ പഠിച്ച കൂട്ടുകാരന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വിപ്ലവം തുളുമ്പുന്ന ചെഗുവേര സ്റ്റാറ്റസൊക്കെ മാറ്റി മോട്ടിവേഷൻ വീഡിയോസും ഭക്തി ഗാനങ്ങളൊക്കെ ഇടാൻ തുടങ്ങി. പണ്ട് ബാഗിൽ എപ്പോഴും ഫോഗിന്റെ ബോഡി സ്പ്രേ കൊണ്ട് നടന്നവന്മാർ ഇപ്പൊ മുട്ടുവേദനയ്ക്കുള്ള വോളിനി സ്പ്രേയും കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ലേ അങ്ങനെയുള്ള ആള്? ഇടയ്ക്ക് കമന്റ്സ് ഒക്കെ പറയുമ്പോൾ കയ്യിൽ നിന്നൊക്കെ പോകട്ടോ. ഇനി കുറച്ച് നാളുകൂടെ കഴിയുമ്പോൾ ഒരു സ്റ്റാറ്റസ് അങ്ങ് ഇടാൻ തുടങ്ങും. പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ച പ്ലാവില നോക്കിച്ചിരിക്കും, പക്ഷേ ഓർക്കണം നിങ്ങളും നാളെ പഴുക്കുമെന്ന്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ പ്രായമായി. ഞങ്ങൾ ഈ ചെറുപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നെങ്കിലും ഉള്ളിലെ പ്രായം ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയുന്നതാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സ്ട്രഗിൾ റീചാർജ് കൂപ്പൺ ചുരണ്ടി അതിലെ 16 നമ്പറും അമ്മയ്ക്ക് തെറ്റാതെ പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം ഈ 16-ൽ 1 തെറ്റിയ അന്ന് നിൻ്റെ 16 ആണെന്ന് പറഞ്ഞിട്ടാണ് അമ്മ നിൽക്കണത്. ഈ അമ്മമാർക്ക് ഇങ്ങനെയാണ്. അതുപോലെ ഇപ്പോഴത്തെ പിള്ളേർ പറയും എനിക്ക് ഹോർമോൺ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഈ ലവ്, അഫെക്ഷൻ, ക്രഷ് ഇതൊക്കെ തോന്നണേന്ന്. ക്രഷ് എന്തൊരു സുഖം കേൾക്കാൻ. ഈ വായ്നോട്ടം കോഴിത്തരം എന്നൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇതിനെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ക്രഷ് എന്നൊക്കെ. പക്ഷെ ഈ ക്രഷിൽ തന്നെ വേറൊരു വെറൈറ്റി ഉണ്ട്, സെലിബ്രിറ്റി ക്രഷ്. അല്ലേ, നിങ്ങൾക്കൊക്കെ ഇല്ലേ? എൻ്റെ മുത്തശ്ശിയുടെ സെലിബ്രിറ്റി ക്രഷ് പ്രേം നസീർ ആയിരുന്നു. പക്ഷെ എൻ്റെയും എൻ്റെ അമ്മയുടെയും സെയിമാണ്, മമ്മൂക്ക. പുള്ളി 2 ജനറേഷനും പുള്ളി ഒറ്റയ്ക്ക് കീഴടക്കി. ഈ പ്രേമവും ക്രഷൊക്കെ ഉണ്ടാവുന്നത് ഹോർമോൺ ചേഞ്ച് കൊണ്ടാണെന്നാണ് ഇപ്പോഴത്തെ പിള്ളേർ പറയുന്നത്. ഞാൻ എൻ്റെ അമ്മയോടെങ്ങാനും പോയിട്ട് അമ്മ ഇതൊക്കെ ഹോർമോൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ പറയും ഏത് മോനാണെങ്കിലും കുഴപ്പമില്ല, അവനെയും കൂടെ കൊണ്ടുപാടിയും. അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴത്തെ പിള്ളേർ പറയും എനിക്ക് ഡിപ്രഷനാന്നൊക്കെ. ഞാൻ പണ്ട് ഇതുപോലെ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അപ്പം അമ്മ പറയാ നീ എവിടെ വേണമെങ്കിൽ പോയിക്കോ, വൈകിട്ട് 5 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണമെന്ന്. ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലത്തെ അമ്മമാർക്കൊക്കെ പിള്ളേരോട് വലിയ കെയറിങ് ഒന്നുമില്ല. അവർക്ക് ആകപ്പാടെ കെയറിങ് ഉള്ളത് പൈസയോടും പൈസ കൊടുത്ത് വാങ്ങിച്ച സാധനങ്ങളോടുമാണ്. സാധനങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർ റീയൂസ് നടത്തി അതിനെ അങ്ങ് കൊല്ലും. ഇപ്പം ഞാനൊക്കെ ഉപയോഗിച്ച് തേഞ്ഞ ഷർട്ടും ബ്ലൗസും പാവാടയൊക്കെ എൻ്റെ അനിയത്തിക്ക് ഇടാൻ കൊടുക്കും. ഞാനും എൻ്റെ അനിയത്തിയും തമ്മിലുള്ള സൈസ് വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ബ്ലൗസിനെടുക്കുന്ന തുണി മതി അവൾക്ക് ഫുൾ സെറ്റ് ചുരിദാർ തയ്ക്കാൻ, അത്രേ ഉള്ളൂ. ഈ സൈസ് വ്യത്യാസം കൊണ്ട് എൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ കാബൂളിവാല സിനിമയിലെ കന്നാസും കടലാസും പോലെയാണ് അവൾ ഇരിക്കുന്നത്. ഈ ഡ്രസ്സ് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താഴെ ഒരു അനിയത്തിയില്ല, അനിയനാണ്. ഈ ഡ്രസ്സ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനെ കൊടുത്തൊരു പെങ്കൊച്ചിനെ വാങ്ങിയാലോ എന്ന് വരെ അമ്മ ചിന്തിച്ചിട്ടുണ്ട്. ഈ പിശുക്കിന് പുറമെ അവർക്കുള്ള വേറൊരു പ്രത്യേകതയാണ് ആരെയും വിശ്വാസമില്ല, ഭയങ്കര സംശയമാണ്. ഈ ഓൺലൈനിൽ നിന്നൊക്കെ വല്ലതും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ അത് വീട്ടിൽ എത്തുന്ന വരെ ചോദിച്ചുകൊണ്ടിരിക്കും, വരുമോ. ഞാൻ പറയും വരും, സമാധാനിക്കൂ, വരും. പണ്ട് ഇതുപോലെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ
റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വലിയൊരു പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ലോഡിങ്ങിൻ്റെ ആൾ വന്നിട്ടാണ് ഈ പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത്. പുള്ളി ഈ പെട്ടി എടുത്ത് സ്പീഡിൽ ട്രെയിനിൻ്റെ അടുത്തേക്ക് പോയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ടെൻഷനായി, പുള്ളി ഈ പെട്ടി എങ്ങാനും തട്ടിക്കൊണ്ട് പോകുമെന്ന്. ആകപ്പാടെ നാളെ കീറിയ പനിയനും 3-4 ഓട്ട വീണ ഷഡ്ഡിയാണ് അതിനകത്തുള്ളെങ്കിലും അമ്മയ്ക്ക് ടെൻഷനാണ് അത് തട്ടിക്കൊണ്ട് പോകുമെന്ന്. അങ്ങനെ ഇത്തിരി പോന്ന് എൻ്റെ കുഞ്ഞനിയനെ ആ പുള്ളിയുടെ പുറകെ ഓടിച്ചു വിട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ആ തിരക്കിൻ്റെ ഇടയിൽ സ്വന്തം കുട്ടി മിസ്സായാലും കുഴപ്പമില്ല, VIP-യുടെ പെട്ടി മിസ്സാവരുത്. അതാണ് അമ്മയുടെ ആഗ്രഹം. എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മ മാത്രമല്ല, ആ ഒരു ജനറേഷനിലുള്ള മിഡിൽ ക്ലാസ്സിലുള്ള എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കാരണം മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചായിട്ട് ജീവിക്കാനും പറ്റൂല, റോട്ടിൽ നിന്ന് തെണ്ടാനും പറ്റൂല എന്നുള്ളൊരവസ്ഥയാണ്. മാസം കിട്ടുന്ന ശമ്പളം തീർന്നാലും മാസത്തിൽ ദിവസം തീരണില്ല, എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ, അതായത് മിഡിൽ ക്ലാസ്സിൻ്റെ ജീവിതത്തിലെ 90% പ്രശ്നങ്ങളും പൈസ ഉണ്ടെങ്കിൽ തീർന്നേനെ. പിന്നെ ഈ പണമുള്ളവൻ സ്റ്റാറ്റസ് ഇടും, പണം കൊണ്ട് സന്തോഷം വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ. വെറുതെയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങാതിരിക്കാനുള്ള ട്രിക്കാണത്. സത്യം പറഞ്ഞാൽ ഈ ദാമ്പത്യവും കിടക്കയും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെന്ന് പറയുന്ന പോലെയാണ് പണവും സന്തോഷവും തമ്മിലും നല്ല ബന്ധമുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ താജ്മഹൽ നിർമ്മിച്ചതാരാ? ഷാജഹാൻ. ഈ ഷാജഹാനൊക്കെ ഹൈ ക്ലാസ് ആയതുകൊണ്ട് താജ്മഹലൊക്കെ നിർമ്മിച്ച് അങ്ങ് സന്തോഷിച്ച് അങ്ങ് കഴിഞ്ഞ്. ഈ പുള്ളി എങ്ങാനും മിഡിൽ ക്ലാസ് ആയിരുന്നെങ്കിലോ, താജ്മഹൽ പണിയാൻ പോയിട്ട് താലിമാല പണിയാൻ പോലും പുള്ളിയുടെ പൈസ ഉണ്ടാവില്ല. പുള്ളി അതിന് വരെ ലോൺ എടുക്കേണ്ടി വന്നേനെ. അല്ലെങ്കിലും ഈ ലോണും ഇൻസ്റ്റാൾമെൻ്റൊക്കെ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ്സുകളെ ലക്ഷ്യം വെച്ചിട്ടാണല്ലോ. ജനന സർട്ടിഫിക്കറ്റ് മുതൽ ഞാനിപ്പം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് വരെ കൊടുത്താലാണ് ലോൺ തരുള്ളൂ. പക്ഷേ ഈ ലോണിൽ ഒരടവങ്ങാനും മിസ്സായി നോക്കിക്കേ, അതുവരെ മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞ ലോണൊക്കെ പിന്നെ പറമ്പിലെ ചൊറിയണാവും, നമ്മളെ കയറി ചൊറിയാൻ തുടങ്ങും. അതുപോലെ മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് റേഷൻ കാർഡ്. ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ലുലുമാളാണ് മാവേലി സ്റ്റോർ. ഈ ഹൈ ക്ലാസ്സുകാർക്കൊക്കെ ഗോൾഡൻ വിസ കിട്ടിയ സന്തോഷമാണ് ഞങ്ങൾക്ക് റേഷൻ കാർഡിനെ അപേക്ഷിച്ചിട്ട് ചുവപ്പ് കാർഡ് കിട്ടുമ്പോൾ. അത്രയ്ക്ക് സന്തോഷമാണ്. ഈ ഷീറ്റിട്ട വീട്ടുകാർക്ക് ചുവന്ന റേഷൻ കാർഡിൽ 5 കിലോ അരി എക്സ്ട്രാ കൊടുക്കണ്ടെന്ന് അറിഞ്ഞിട്ട് വാർപ്പ് പൊളിച്ച് ഷീറ്റ് ഇടാൻ നിൽക്കുകയാണ് എൻ്റെ അമ്മ. എന്തായാലും മിഡിൽ ക്ലാസ്സിനെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവണമെങ്കിൽ അവർ ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഏത് ഹോട്ടലിൽ കയറിയാലും സ്റ്റാർട്ടർ ഒന്നും ഓർഡർ ചെയ്യില്ല, നേരെ ചിക്കൻ ബിരിയാണി മാത്രം. അതാണ് മിഡിൽ ക്ലാസ്. ഈ മിഡിൽ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി കുറേ പറയാനുണ്ട്. എല്ലാ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു സ്വപ്നം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എല്ലാ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു സ്വപ്നമാണ് ഒരു കടയിൽ കയറി ഇഷ്ടപ്പെട്ട ഡ്രസ്സ് അങ്ങ് എടുത്തിട്ട് വില നോക്കാതെ അതിങ്ങോട്ട് എടുത്തിട്ട് വരാൻ പറ്റണമെന്ന്. ആ സ്വപ്നം നടക്കാൻ വേണ്ടിയാണ് ഞാനും ഈ ഓടിക്കൊണ്ടിരിക്കണത്. എന്തെങ്കിലും ആ സ്വപ്നം നടക്കുമെന്ന പ്രതീക്ഷയിൽ. താങ്ക് യു. നമ്പർ 18 ഹോട്ടൽ എനിബഡി ക്യാൻ സ്റ്റാൻഡ് അപ്പ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നമ്പർ 18 ഹോട്ടൽ ഫോർട്ട് കൊച്ചി, കേരള. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.